ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഞാനിങ്ങനെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നു. ഇന്നലെ സ്തോത്രം രാത്രി മുതൽ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ദൈവത്തിൻ്റെ ആലോചന എന്താണെന്ന് ആഗ്രഹിച്ച് നിൽക്കുകയും ഇന്ന് രാവിലെ ദൈവാത്മാവ് എൻ്റെ കയ്യിൽ പുതിയൊരു ദൂത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. നമ്മളെപ്പോഴും വചനം പ്രസംഗം കേൾക്കുന്നവരാണ്, പ്രവചനം കേൾക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം പല കാര്യങ്ങളും നമുക്ക് നേടാൻ ഒക്കുന്നില്ലെന്ന് നമുക്ക് തോന്നാറുണ്ട്. അത് എനിക്കും തോന്നാറുണ്ട്, നിങ്ങൾക്കും തോന്നാറുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു മെസ്സേജാണ് ഇന്നത്തത്. നമുക്ക് 1 പത്രോസിന്റെ പുസ്തകം 5-ാം അധ്യായം 6, 7, 8 വായിക്കാം. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ പ്രതിയോഗിയായിരിക്കുന്ന പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്ന ഒരു സാത്താനെ നമുക്ക് കാണാം. അവൻ ഭയങ്കര കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കറക്കാനായിട്ട്. ഇത് മനസ്സിലാകാത്തവരാണ് വാഗ്ദത്തം പ്രാപിക്കാതിരിക്കുന്നത്. നമ്മുടെ കണ്ണീര് കാണുവാൻ, നമ്മുടെ തകർച്ച കാണുവാൻ, നമ്മുടെ ഉയർച്ചയ്ക്കെതിരെ നിൽക്കുന്ന ചുറ്റിക്കറങ്ങുന്ന ഒരു സാത്താനെ കുറിച്ച് പത്രോസ് വളരെ വ്യക്തമായി ബൈബിളിൽ എഴുതി വെച്ചു. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, അന്യഭാഷ പറയുന്നു, പിശാച് ഞങ്ങളെ തൊടത്തില്ലെന്ന്. അങ്ങനെ ആണെങ്കിൽ ഏദൻ തോട്ടത്തിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് സാത്താൻ ചെന്ന് ആദമും ഹവ്വയും ചതിച്ചെങ്കിൽ, ഇയ്യോബിനെ കുറ്റം പറയാൻ സ്വർഗത്തിൽ ദൈവത്തിന്റെ അടുക്കൽ വരെ സാത്താൻ ചെന്നെങ്കിൽ, ഇന്ന് ഞാനൊരു ദൂത് പറയട്ടെ, നിങ്ങളെ തകർക്കുവാനും എന്നെ തകർക്കുവാനും ചുറ്റിക്കറങ്ങുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ഇന്ന് പകൽക്കാലം ആ മണ്ഡലങ്ങളെ പൊട്ടിക്കാത്തവർക്ക് ദൈവിക വാഗ്ദത്തം പ്രാപിക്കാൻ ഒക്കത്തില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ വിജിലന്റ് ആയിരിക്കാൻ തയ്യാറാകട്ടെ, ശ്രദ്ധയുള്ളവരായിരിക്കാൻ തയ്യാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ചൂന്ന് കയറുന്ന സ്തോത്രം ദൈവാത്മാ അങ്ങനെ ചൂന്ന് കയറി നമ്മുടെ കുടുംബത്തെ സ്തോത്രം, കുടുംബ ജീവിതത്തിലെ സമാധാനത്തെ, നമ്മുടെ ഫൈനാൻഷ്യൽ മേഖലകളെയൊക്കെ തകർത്തുകൊണ്ട് ഉള്ള സമാധാനവും കളഞ്ഞ് കണ്ണീരും കയ്യുമായി കൊണ്ടുപോകാൻ നിൽക്കുന്ന സാത്താന്റെ പദ്ധതികളെ ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് വെട്ടാൻ പോവുകയാണ്. ഞാൻ സ്തോത്രം എൻ്റെ ആത്മീയ വിഷയത്തിലും ഭൗതിക വിഷയത്തിലും ശുശ്രൂഷയിലും സാമ്പത്തികത്തിലൊക്കെ വെല്ലുവിളി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെല്ലുവിളി എൻ്റെ ജീവിതത്തിൽ വന്ന സമയത്ത് ഞാൻ ചിന്തിച്ച് എങ്ങനെ പോകുമെന്ന്. അപ്പൊ എൻ്റെ കൂടെ നടക്കുന്ന പലർക്കും ഇല്ലാത്ത പ്രശ്നം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ സ്തോത്രം, പ്രാർത്ഥനയാൽ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ദൈവം സഹായിച്ചു. പ്രതിസന്ധി ഉള്ളത് അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? നിനക്കാണ് കിട്ടാൻ സാധ്യത എന്നുള്ളതാ. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? നിനക്കാണ് കിട്ടാൻ സാധ്യത. അതുകൊണ്ടാണ് പ്രശ്നം വളരുന്നത്. സ്തോത്രം. പ്രതിസന്ധി ഇല്ലാത്തവൻ വളരാതിരിക്കുമ്പോൾ പ്രതിസന്ധി ഉള്ളവൻ അടുത്ത നിലവാരത്തിലോട്ട് ഉയരുവാനിടയായി തീരും. കഴിഞ്ഞ ദിവസം ഒരാളൊരു ടെസ്റ്റ് മണി പറഞ്ഞു. അവർക്ക് മക്കളുണ്ട്. അവരുടെ മക്കൾക്ക് 18 വയസ്സാകുമ്പോൾ സ്തോത്രം ഏകദേശം 1 കോടി രൂപ വരത്തക്ക വിധത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ചെയ്തിട്ടുള്ളവരോട് ഉണ്ടായിരിക്കാം, ചെയ്യുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതാണ് സ്തോത്രം. എന്നാൽ മറ്റൊരു കാര്യത്തിൽ സ്തോത്രം ഭാവിയിലേക്ക് കരുതുന്ന പല സാക്ഷ്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ 1 പത്രോസ് 5:7 പറഞ്ഞു, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാദർ സ്തോത്രം, മദർ, നിങ്ങളുടെ ഭർത്താവ്, മക്കൾ ഒന്നും നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടില്ലെങ്കിലും പത്രോസിൽ ഇപ്രകാരം എഴുതുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ. 18 വയസ്സ് തികയുമ്പോഴല്ല, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു ശത്രുവും നിന്റെ നേരെ നിൽക്കയില്ല. ഒരുത്തന്റെ മുമ്പിൽ നീ തല കുനിക്കേണ്ട വരത്തില്ലെന്നുള്ള പ്രോമിസ് തരാൻ ഒരാക്കിയേ പറ്റത്തുള്ളൂ. അത് നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിനാ. ഇന്ന് ആ വാഗ്ദത്തം ഏറ്റെടുക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ചിലർ ചോദിക്കും, കരുതിയിട്ട് ഒന്നും കാണാനില്ലല്ലോ ബിനീഷ് എന്ന് വെച്ചേക്കാം. ഇന്ന് പകൽക്കാലം നിങ്ങളത് കാണത്തക്ക വിധത്തിലുള്ള ഒരു ദൂതാണ് ഞാൻ ദൈവങ്ങൾക്ക് തന്നിരിക്കുന്നത്. കാണാത്തവർ കാണാൻ സ്തോത്രം, കാണുന്നവരുടെ കണ്ണ് കുരുടായി പോകാൻ എന്ന് യേശു ബൈബിളിൽ ഒരു പദം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നന്മ കാണത്തില്ലെന്ന് നിന്നെ നോക്കി പറഞ്ഞവരുടെ മധ്യത്തിൽ നിന്റെ കണ്ണ് നന്മ കാണാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം ദൂത് ഏറ്റെടുത്തോ സ്തോത്രം. നീ നന്മ കാണത്തില്ലെന്ന് നിന്നെ കുറിച്ച് ലോകം പറയുമ്പോൾ നീ നന്മ കാണുന്നത് അവര് കാണാൻ പോകുകയാ. നമുക്കൊരു വാക്യം കൂടി വായിക്കണം. യോഹന്നാൻ 4:46-47. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർനഹൂമിൽ ഉണ്ടായിരുന്നു. കഫർനഹൂമിൽ സ്തോത്രം ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിച്ചപ്പോൾ ദൈവാത്മാവ് എന്നെ ഒരു തലത്തിലോട്ട് കൊണ്ടുപോയി. ഈ കാനാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരിക്കലും ഒരു അത്ഭുതം നടന്നതാണ്. വർഷങ്ങൾക്ക് മുൻപ് കാനാവിന്റെ അകത്ത് ഒരു ഭയങ്കര അത്ഭുതം നടന്നു, പച്ചവെള്ളം വീഞ്ഞായി. പക്ഷേ അതിനുശേഷം പിന്നെ ഒരു അത്ഭുതം കാനാവ് കണ്ടിട്ടില്ല.
ഓക്കെ, ഇന്ന് ആരൊക്കെയോ പറയുന്നുണ്ടല്ലോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു അത്ഭുതമാണ്, ഇന്നൊന്നും കാണാനില്ല എന്ന്. ഇന്ന് പകൽക്കാലം അത്ഭുതങ്ങൾ മടങ്ങി വരേണ്ടതിന് ഇന്ന് പകൽക്കാലം ചിലരുടെ ദൈവം ഒരുക്കാൻ പോകുക. അത്ഭുതം നിന്നുപോയി. ചില സഭകളിലോട്ട് പോയി കഴിഞ്ഞാൽ പറയും 10 വർഷം മുന്നേ രോഗി സൗഖ്യമായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു തലവേദന പോലും സൗഖ്യമാകുന്നില്ല. ചില വീട്ടിലോട്ട് പോയാൽ പറയും 25 വർഷം മുൻപേ എന്റെ കുഞ്ഞിന് ഭയങ്കര ക്യാൻസറിൽ നിന്ന് വിടുതല കിട്ടിയതാ, പക്ഷെ അതിനുശേഷം പിന്നെ വിടുതല നടന്നിട്ടില്ല. ബൈബിൾ പറയുന്നു യേശു പിന്നെയും കാനാവിലോട്ട് വന്നു. എന്തിനാന്നറിയാമോ കാനാവിലോട്ട് പിന്നെയും വന്നത്? പണ്ട് നടന്ന അത്ഭുതമുണ്ടല്ലോ, നിന്നുപോയ ഉണർവുണ്ടല്ലോ, അതിനെ റീക്രിയേറ്റ് ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ചരിത്ര ദൈവം പണിയാൻ പോകുക. കാണുന്നു. സ്തോത്രം. ഞാൻ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, പല വിടുതലകളും കിട്ടി. പക്ഷേ സ്തോത്രം, അന്ന് നടന്ന അത്ഭുതം എന്നെ അത്ഭുതപ്പെടുത്തി, പലരെ അത്ഭുതപ്പെടുത്തി. പക്ഷേ സ്തോത്രം, അടുത്ത അത്ഭുതത്തിന് വേണ്ടി ഇനിയും ദൈവത്തിൽ ഇരിപ്പാൻ ഞാൻ തയ്യാറാണ്. ഇന്ന് പലക്കാലം എത്ര പേർ ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നു? ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളൊരു അത്ഭുതം കണ്ടു. അന്ന് യേശു ഉണ്ടായിരുന്നു, ആമേൻ, സ്തോത്രം. അന്ന് പ്രവചനം ഉണ്ടായിരുന്നു, അന്ന് രോഗശാന്തി ഉണ്ടായിരുന്നു. എന്നാൽ അത് നിന്നു പോയെങ്കിൽ, നിന്റെ വീട്ടിൽ നിന്ന് പോയെങ്കിൽ, സഭയിൽ നിന്ന് പോയെങ്കിൽ, ഒന്നും കൂടെ യേശുവിന്റെ കൂടെ ഒന്ന് നടക്കാൻ, ഒന്നും കൂടെ യേശുവിനെ ഒന്ന് കയറ്റാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകുന്നവനെ, നിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം 100 പേരുള്ള ഒരു സഭയുടെ വാസാണോ നിങ്ങൾ? ഇന്ന് പകൽക്കാലം നിങ്ങളൊരു തീരുമാനം എടുക്കാവോ? ഒന്നും കൂടി സഭയിലോട്ട് യേശുവിനെ വിളിക്കാൻ. അത് 1000 പേരാകാൻ പോകുക. സ്തോത്രം. ഇന്ന് നിന്റെ ജോലിയിൽ വലിയ നന്മയില്ലയോ? ഒന്ന് നിന്റെ ജീവിതത്തിൽ യേശു ഒന്ന് കടന്നു വരാൻ പോകുക. എന്തിനാണെന്നറിയാമോ? നിന്റെ ജോലി ഒന്ന് അനുഗ്രഹിപ്പാൻ. നിന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ വഴി അടഞ്ഞിരിക്കുവാണോ? നീ മരിച്ചു പോകുമെന്നുള്ള രോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണോ? യേശു വരാൻ പോകുക. എന്തിനാണെന്നറിയാമോ? നിന്നെ ഒന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ. കാനാവിലോട്ട് യേശുവിന്റെ സെക്കൻഡ് എൻട്രി ഉണ്ടല്ലോ, അവിടെ അടുത്ത അത്ഭുതത്തിലേക്ക് വഴി തുറന്നെങ്കിൽ ദൈവത്തിന്റെ വൈതലേ, അടുത്തൊരു അത്ഭുതത്തിനോട് നിങ്ങൾ ഒരുങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ ചില വിടുതലുകളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ഞാനിന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു. ഇവിടുത്തെ 5 മണി, ഇപ്പൊ ഇവിടെ സമയം പകൽ 10 മണി കഴിഞ്ഞു. 5 മണിക്ക് എഴുന്നേറ്റു. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, കാര്യമായിട്ട് മെസ്സേജ് തരാൻ പറ്റത്തില്ലെങ്കിൽ സ്തോത്രം, ഞാൻ പ്രസംഗിക്കത്തില്ല. സ്തോത്രം. ജനം അതിരാവിലെ എഴുന്നേക്കുക, അവിടുത്തെ 5 മണിക്ക് അല്ലെ അവിടുത്തെ 4:30 മണിക്ക് അവിടെ എഴുന്നേക്കുക. അവർക്ക് കൊടുക്കാൻ ഒരു മെസ്സേജ് ഇല്ലെങ്കിൽ സ്തോത്രം, എന്നെ എഴുന്നേൽപ്പിക്കരുത്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, യേശു പറഞ്ഞു, ഞാൻ വീണ്ടും ഒന്ന് ജനത്തിന്റെ ഇടയിലോട്ട് ഇറങ്ങി നടക്കാൻ പോകുക. ഞാൻ വീണ്ടും ജനത്തിന്റെ ഭവനങ്ങളിലോട്ട് ഇറങ്ങി നടക്കാൻ പോകുക. ശത്രു തകർത്ത് കളഞ്ഞ ചില കുടുംബങ്ങൾക്കകത്ത്, സാത്താൻ ചവിട്ട് മരിച്ച ചില തലമുറകളുടെ മുകളിൽ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങാൻ പോകുക. ദൂത് ഏറ്റെടുത്തോ. ഇന്ന് പകൽക്കാലം നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മകൾ, യെരൂശലേമിൽ അടഞ്ഞുപോയ നന്മകളെ ദൈവം റീഓപ്പൺ ചെയ്യാൻ പോകുന്നു. ബൈബിൾ പറയാണ്, ഒരു കാലത്ത് ഈ പച്ചവെള്ളം വീഞ്ഞായതിന്റെ പേരിൽ ഫേമസാ. ഒരു കാലത്ത് നീ പ്രസിദ്ധനാ പല കാര്യങ്ങളിലും. നിന്റെ കുടുംബം ഒരു കാലങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ക്രിസ്തീയ കുടുംബമായിരുന്നു. പക്ഷേ ഇപ്പോൾ സാത്താൻ സ്തോത്രം തകർത്ത് കളഞ്ഞൊരു കുടുംബമായി മാറി. ഓക്കെ. ഇന്ന് പലക്കാലം വേണ്ട വിധത്തിൽ ഒരു കാലത്ത് വിടുതൽ നടന്ന കുടുംബമായിരുന്നു. ഇപ്പോൾ പണ്ട് വീര്യമുള്ള വീഞ്ഞ വീട്ടിലുണ്ടായിരുന്നെന്ന്, ഇപ്പോൾ രോഗം കയറി വന്നു, രോഗബന്ധനം കയറി വന്നു. അതുകൊണ്ട് രാജവൃത്യൻ യേശുവിന്റെ കാൽക്കൽ വരിക. ഇന്ന് പകൽക്കാലം അങ്ങനെ ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടോ? ഒരു കാലത്ത് സന്തോഷിച്ചു, ഇന്ന് ഭയങ്കര ദുഃഖമാണ്. ഒരു കാലത്ത് സന്തോഷത്തോടെ ആനന്ദത്തോടെ ആരാധിച്ചു, ഇന്ന് നിനക്ക് ആരാധിക്കാൻ കൈവൊക്കത്തില്ല. നീ കയ്പ് കയറ ചില കുടുംബങ്ങളിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം വെളിപ്പെടാൻ പോകുക. ഡിവൈസിലിരിക്കുന്ന സഹോദരനോട് ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ ഇന്ന് പകൽക്കാലത്തെ മീറ്റിംഗിൽ കയറുമ്പോൾ സ്തോത്രം, എന്നോട് സംസാരിക്കണമേ എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് കയറിയത്. ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഇന്ന് പകൽക്കാലം യേശു ഒന്നും കൂടി നിന്റെ ഭവനത്തിലോട്ട് കയറാൻ പോകുക. സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് സ്തോത്രം പിശാച് ചതച്ച് കളഞ്ഞ ചിലത് എഴുന്നേക്കാൻ പോകുക. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നത്, ഒരു വൃക്ഷത്തിൽ സ്തോത്രം ഫലം കായ്ച്ചു നിന്ന ഒരു സമയം, എന്നാൽ ആ ഫലങ്ങളൊക്കെയും താഴെ വീണ് പോയതുപോലെ വൃക്ഷം അവിടെ ഉണ്ട്, ഫലം താഴെ വീണ് കിടക്കുന്നത് കണ്ട് ഇനി ഇതിനൊരു എഴുന്നേൽപ്പില്ലെന്ന് പറയുന്നവരുടെ മധ്യത്തിൽ ദൈവാത്മാവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ദൂത് ഏറ്റെടുത്തോ. ഈ ദിവസങ്ങളിൽ ഞാൻ എന്റെ സന്നിധിയിൽ ചില ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ എത്താൻ പോകുക. എന്തിനാണെന്നറിയാമോ? സ്തോത്രം. ചില രോഗശാന്തികൾ ചെയ്യേണ്ടതിന്, ചില രോഗശാന്തികൾ വരേണ്ടതിന് നിങ്ങളെ കുടുംബമായി ദൈവം ഈ ദിവസങ്ങൾ പണിയാൻ പോകുന്ന ദൈവാത്മാവ് സംസാരിക്കുന്നു. കാരണം അതിനോട് ബന്ധപ്പെട്ടിട്ട് എന്തോ ചില കാര്യങ്ങൾ നടക്കുന്നത് പോലെ ദൈവത്തിന്റെ ഒരു ചില ബ്ലെസ്സിങ്ങുകൾ നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു.
ഇവിടെ ഈ ഇപ്പൊ വചനത്തിലോട്ട് മടങ്ങി വരാം. ഇപ്പൊ കാനാവിലെ പ്രശ്നം എന്താണെന്നറിയാമോ? മരണം അടുത്തു വന്നിരിക്കുന്ന മകന്റെ അപ്പനാണ് യേശുവിന്റെ അടുക്കെ വന്നത്. ഈ രാജഭൃത്യൻ എന്നാ പറയുന്നത്, രാജഭൃത്യൻ. ഈ രാജാവിനോട് ചോദിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന് സാധിക്കാമോ അതൊക്കെ സാധിക്കാം. പക്ഷെ രാജാവിനെ കൊണ്ട് പറ്റാത്തൊരു കാര്യത്തെ നേടേണ്ടതിന് അദ്ദേഹം രാജാതി രാജാവായ യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു കാഴ്ച നാം കാണുന്നത്. അതുകൊണ്ടാണ് റോമർ 8:6 പറയുന്നത്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനം. എന്ന് വെച്ചാൽ യേശു പോയതോടുകൂടെ കാനാവിൽ ഇപ്പോൾ ജഡത്തിന്റെ ചിന്തയാ, മരണത്തിന്റെ ശക്തി കയറി വന്നു. നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ സഭയിലോ സ്തോത്രം, ചില സഭയിലോട്ട് പോയി കഴിഞ്ഞാൽ ശ്മശാന മൂകതയാ. എന്ന് വെച്ചാൽ സ്തോത്രവുമില്ല, ഹല്ലേലൂയുമില്ല, അന്യഭാഷയുമില്ല, ചത്ത അവസ്ഥയാ. എന്നാൽ യേശു കടന്നു വരുമ്പോൾ സ്ഥിതി മാറും. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. ചില കുടുംബങ്ങൾക്കകത്ത് നഷ്ടപ്പെട്ടു പോയ ജീവനും നഷ്ടപ്പെട്ടു പോയ സമാധാനവും ദൈവം മടക്കിത്തരാൻ പോവുക. മരണത്തിന്റെ ശക്തി നിന്നെ തുറന്നു പിടിക്കാൻ വരുമ്പോൾ ജീവന്റെ ശക്തിയുടെ വ്യാപാരം ഏറ്റെടുത്തോളും കേട്ടോ. സ്തോത്രം. ചിലതിനൊക്കെ അനാഥമാക്കി കളയുവാൻ, ചില കുടുംബങ്ങളൊക്കെ അനാഥമാക്കി കളയുവാൻ മരണത്തിന്റെ ശക്തി കാനാവിൽ വ്യാപരിക്കുമ്പോൾ യേശു പറഞ്ഞൊരു വചനമുണ്ട്. എന്തെന്നറിയാമോ? ഞാൻ ഒന്നുകൂടി അങ്ങോട്ടൊന്ന് വരാൻ പോവുകയാടാ, ജീവന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുവാൻ. ആളുകൾ പറയുന്നതെല്ലാം ശരിയാ, പക്ഷെ ഇതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. സ്തോത്രം. ക്യാൻസർ പാരമ്പര്യമായി വന്നേക്കാം, ഷുഗർ പാരമ്പര്യമായി വന്നേക്കാം, ബ്ലഡ് പ്രഷർ പാരമ്പര്യമായി വന്നേക്കാം. ആളുകൾ പറഞ്ഞത് ശരിയാ, ഡോക്ടർമാർ പറഞ്ഞത് ശരിയാ, പക്ഷെ യേശു ഒന്ന് വന്നാലുണ്ടല്ലോ അവസ്ഥകൾ മാറുമെന്ന്. ഇന്ന് പകൽക്കാലം നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നതില്ലേ ചത്ത ദൈവത്തെ സേവിക്കാനല്ല, നമ്മളെ വിടുവിക്കേണ്ടതിന്. കാൽവറിയിൽ നമ്മുടെ രോഗങ്ങളെ ഏറ്റെടുത്തവൻ, നമ്മുടെ ശാപങ്ങളെ ഏറ്റെടുത്തവൻ, യേശുവിന്റെ നാമത്തിൽ തകർന്ന കുടുംബങ്ങൾ ദൈവം പണിയാൻ പോകുകയാ, രോഗബന്ധങ്ങൾ ദൈവം അഴിക്കാൻ പോകുകയാ. യേശു ഇന്ന് പകൽക്കാലം ഇതിന്റെ മധ്യേ ചില റീക്രിയേഷൻ ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:24 പറയുന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ചില പാശങ്ങൾ, പാശം എന്ന് പറഞ്ഞ കൈ, മരണത്തിന്റെ കൈകൾ. ഇന്ന് പല അതിനെ നോക്കി ഭയപ്പെടേണ്ട കേട്ടോ. അതിനെ അഴിച്ചിട്ട് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. നിന്റെ ശുശ്രൂഷ തീർന്നെന്ന് ലോകം പറയുമ്പോൾ അതിനെ പിടിച്ചു വെക്കുന്ന ചില പാശങ്ങൾ നിന്റെ സകല മേഖലകളിലും, വിദ്യാഭ്യാസ മേഖലകൾ, ജോലി മേഖലകൾ, കുടുംബജീവിതം, സകലത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് നോക്കുന്ന മരണത്തിന്റെ പാശങ്ങൾ കാനാവിൽ നിന്ന് അഴിഞ്ഞു പോകുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. സെഖര്യാവിനോട് ഒരിക്കൽ ദൈവാത്മാവ് പറഞ്ഞു, യേശുവിനെ കാണാതെ നിന്റെ കണ്ണടയത്തില്ല. അമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവിൽ അരുളപ്പാടുണ്ടായിട്ട് അവൻ ആലയത്തിലോട്ട് ചെന്നപ്പോൾ ഇതാ മറിയയും ജോസഫും യേശുവിനെയും കൊണ്ട് മുന്നിൽ വരുന്നു. സെഖര്യാവ് ആ കുഞ്ഞിനെ മുകളിലോട്ട് ഉയർത്തി പറഞ്ഞൊരു പദമുണ്ട്, വരുവാനുള്ള രക്ഷയെ കാണാൻ നാഥാ എന്റെ കണ്ണിനെ നീ സഹായിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, വരുവാനുള്ള രക്ഷ ഇന്ന് പകൽക്കാലം, സ്തോത്രം, നിന്റെ കണ്ണടയുന്നതിന് മുന്നമേ വാഗ്ദത്തം നീ പ്രാപിച്ചിരിക്കും. ചിലത് കണ്ട് യാക്കോബ് സന്തോഷത്തോടെ കാൽ കട്ടിലിന്മേൽ വെച്ച് പ്രാണനെ വിട്ടെന്ന ബൈബിൾ പറയുന്നത്. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ പ്രാപിക്കേണ്ട സകല നന്മകളും, നീ എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടോ, എവിടെയൊക്കെ തകർക്കപ്പെട്ടോ, അവിടെ മുമ്പിലൊക്കെ നീ ജയിച്ചെന്ന് അവരെ കൊണ്ട് മാറ്റി പറയിച്ചിട്ടേ നീ ലോകം വിട്ടു പോകത്തുള്ളൂ. ഒരു മർമ്മം ദൈവാത്മാവ് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, യോഹന്നാൻ 4:48 യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ വിശ്വസിക്കുന്നത് അത്ഭുതവും അടയാളം കണ്ടിട്ടാകരുത്, മറിച്ച് നിന്റെ വിശ്വാസത്താൽ അത്ഭുതം അടയാളം നടക്കണം. അതാണ് യേശു പറയുന്നത്. എന്ന് വെച്ചാൽ ചിലർക്ക് എന്തെങ്കിലും നടന്നാലേ വിശ്വസിക്കത്തുള്ളൂ. സ്തോത്രം, രോഗശാന്തി നടന്നാലേ അല്ല, നീ വിശ്വസിച്ചുകൊണ്ട് രോഗബന്ധനത്തെ ശാസിക്കണം, വിശ്വസിച്ചുകൊണ്ട് നിന്റെ തലമുറകളുടെ മേലെ ശാപത്തെ ശാസിക്കണം. ഇന്ന് പകൽക്കൽ യേശു പറയുകയാണ്, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കാത്ത ശിശുക്കളാ. ഞാൻ ഒരിക്കൽ എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ ഇതിന്റെ നന്മയുടെ വഴി സാത്താൻ അടച്ചു കളഞ്ഞു. ഇനി ഞാൻ പഠിച്ചു ഉയരത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നപ്പോൾ ഒരു പ്രവാചകൻ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, നീ വീണ്ടും ചിലതൊക്കെ പഠിക്കാൻ പോവാന്ന് പറഞ്ഞു. സ്തോത്രം. ഈ പ്രവചനം കേട്ട് ഞാൻ അല്പവിശ്വാസം കൊണ്ട് ഞാൻ നടന്നു. പക്ഷെ പ്രവചനം അതുപോലെ നടന്നു. എന്താക്കി പറഞ്ഞ പോലെ തിരിച്ചു പഠിക്കാൻ കയറി, എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ ദൈവത്തിന് അത്ഭുതം നടന്നു, ഒക്കെ ദൈവം ചെയ്തു. പിന്നെ ദൈവം പറഞ്ഞു, നിനക്ക് വിസ വരും, നിനക്ക് ദൈവത്തിന്റെ വഴി തുറക്കുമെന്ന് പറഞ്ഞു. വിസ വന്നു, വഴി തുറന്നു, ദൈവം ഇവിടെ എത്തിച്ചു. പക്ഷെ വീണ്ടും സാത്താൻ വന്ന് എന്നോട് പറയുകയാണ്, ദൈവം വലുതൊന്നും ചെയ്യത്തില്ലെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളോട് പറഞ്ഞ ചെയ്ത പലതും നമ്മൾ മറന്നുപോയത് കൊണ്ട് ഇന്ന് നമ്മൾ പലരും സ്തോത്രം പറയാതിരിക്കുക. അത് സാത്താന്റെ തന്ത്രവാ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാലേ നീ വിശ്വസിക്കത്തുള്ളൂ.
ഇന്ന് നീ വിശ്വസിച്ച് നിന്നിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കാൻ പോകുക. ദൈവാത്മാവ് എന്നോട് പറഞ്ഞതാ, സ്തോത്രം, വിശ്വസിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അത് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അത് നടന്നാലേ വിശ്വസിക്കുമെന്നല്ല, എന്നിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് അത് നടക്കാൻ പോകുക. 3:19 പറഞ്ഞു, ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്, അവിശ്വാസ നിമിത്തം. അതുകൊണ്ട് യേശു ശാസിച്ചത്. ഇന്ന് പകൽക്കാലം എനിക്ക് വിടുതൽ ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കാൻ സാധ്യതയില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? എന്റെ രോഗം സൗഖ്യമായിട്ടില്ല, ഇനി രോഗം സൗഖ്യമാകാൻ സാധ്യതയില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലില്ലില്ല. അവിശ്വാസ നിമിത്തമാണ് നിനക്ക് വിടുതൽ കിട്ടാത്തതെന്ന് ബൈബിൾ പറയുന്നു. ഇന്ന് പലതിൽ വിശ്വസിക്കാൻ കത്തുന്ന ഒരു തീയുടെ വിശ്വാസം ചിലതിന്റെ അകത്ത് വെളിപ്പെടട്ടെ. ദൈവാത്മാ പറയുന്നു ഇന്ന് പലതിൽ അതാണ് തടസ്സം. നമ്മുടെ വിടുതലിന്റെ തടസ്സം എന്തെന്നറിയാമോ? അവിശ്വാസമാണ് തടസ്സം. ആ അവിശ്വാസത്തെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് അതിനെ ശാസിച്ച് വിശ്വാസത്തിലോട്ട് പ്രവേശിക്കാം. നിന്റെ അകത്തുള്ള വിശ്വാസത്തെ നീ വർദ്ധിപ്പിച്ചോ? ആമേൻ. നിന്റെ അകത്തുള്ള വിശ്വാസം എല്ലാം ബാക്കിൽ വരുമെന്ന് എനിക്കറിയാം നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അകത്തുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിച്ചോ, ബാക്കിയെല്ലാം വന്നിരിക്കും. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ദൈവം തന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പാൽക്കാലം തിരിച്ചു പോകണമെന്ന് ചിന്തിച്ച് ആരെങ്കിലും ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ടോ? വിസ റെഡിയാകത്തില്ലെന്ന് വെച്ച്, കുടുംബ ജീവിതത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോകേണ്ടവെന്ന് വെച്ച്, സഭയിൽ നിന്നും ദൈവാത്മാ എന്നോട് പറഞ്ഞു, സഭയ്ക്കകത്തു നിന്നും ഓടിപ്പോകേണ്ടെന്നത് പോലെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ചില ദൈവാത്മാ പറയുക, നീ ഓടിപ്പോകേണ്ട വരത്തില്ല, നീ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാൻ പോകുക. ദൂതേറ്റ് വിശ്വാസത്തോടെ ദൂതേറ്റ് എടുത്തോ, ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചോ, ആ ദേശത്ത് ദൈവം നിന്നെ മാനിക്കാൻ പോകുക. ഞാൻ ഇന്ന് പൽക്കാലം വളരെ ആത്മാർത്ഥതയോടെ എൻ്റെ ഹൃദയത്തിന്റെ അകത്തു നിന്ന് പറയുക, സ്തോത്രം. മത്തായി 13:58 അവരുടെ അവിശ്വാസ നിമിത്തം അവൻ വളരെ വീര്യപ്രവൃത്തികൾ അവിടെ ചെയ്തില്ല. ഇന്ന് പലക്കാലം വീര്യപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. അതുകൊണ്ട് ആരെങ്കിലും അവിശ്വാസത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നെങ്കിൽ ആ വിശ്വാസത്തെ ദൈവത്തോട് പറഞ്ഞ് എടുത്തു കളഞ്ഞോ, ചില വീര്യപ്രവൃത്തികൾ നമ്മുടെ ഇടയിൽ നടക്കാൻ പോകുക. ശക്തമായ രോഗശാന്തികൾ നടക്കാൻ പോകുക. ശക്തമായിരിക്കുന്ന രീതിയിൽ ചില കുടുംബങ്ങളെ ദൈവം പണിയാൻ പോകുക. വിശ്വാസത്തോടു കൂടെ ഇന്ന് പകൽക്കാലം നിങ്ങൾ നിന്നോ. മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ അയ്യോ എല്ലാം മറന്നുപോയെന്നല്ല, ഈ വചനം ചിലതിന്റെ അകത്തോട്ട് കയറട്ടെ. നീ വീട്ടിലോട്ട് തിരികെ പോകുമ്പോൾ, ജോലി സ്ഥലത്തോട്ട് മടങ്ങിപ്പോകുമ്പോൾ, സഭയിലോട്ട് മടങ്ങിപ്പോകുമ്പോൾ, കുടുംബജീവിതത്തിലോട്ട് മടങ്ങിപ്പോകുമ്പോൾ ഈ വിശ്വാസം നിന്നിൽ കത്തട്ടെ. ദൈവാത്മാവ് ചില കുടുംബങ്ങളെ പണിയാൻ പോകുക എന്ന് പറഞ്ഞ വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. എന്നോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ചില വീര്യപ്രവർത്തികൾ നടക്കാൻ പോകും. ദൈവം ചില രാജ്യങ്ങളുടെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നത് പോലുള്ള ചില വഴികൾ നിങ്ങൾ കാണാൻ പോകുന്നു. നിങ്ങൾ എവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നോ അവിടങ്ങളിലൊക്കെ തിരികെ കയറി വരുന്നത് പോലൊരു അത്ഭുതമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറഞ്ഞു, നിങ്ങൾക്ക് ചില പ്രോമിസുകൾ തന്നിട്ട് ആ പ്രോമിസുകൾ നടക്കാത്തത് കൊണ്ട് സ്തോത്രം നിങ്ങൾ വിഷമിക്കുന്ന ചില മേഖല ദൈവാത്മാവ് സംസാരിക്കുന്നു. ദൈവാത്മാവ് ഇപ്രകാരം പറയുകയാണ്, അവര് തരുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ കൈ വരുന്നത് പോലെ സ്തോത്രം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ 2025 ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. ഈ ദൈവാത്മാവിനോട് പാറശാല പോലുള്ള സ്ഥലങ്ങൾ, ദൈവാത്മാവിനോട് പാറശാല പോലുള്ള ചില സ്ഥലങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ആ സ്ഥലങ്ങളിലൊക്കെ ദൈവം മാനിക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു. സ്തോത്രം. കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ചില യാത്രകളും, പിന്നത്തേതിൽ ചില രാജ്യങ്ങളിൽ നിങ്ങൾ സെറ്റിൽ ആകുന്നത് പോലെ ദൈവത്തിന്റെ അത്ഭുതങ്ങളൊക്കെ നിങ്ങൾ കാണും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയെ കൂടി നിങ്ങളുടെ തല ഉയർത്താൻ പോകുക. യോഹന്നാൻ 4:49 പറഞ്ഞു, രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കുന്നതിന് മുന്നമേ വരണമേ എന്ന് പറഞ്ഞു. മരിക്കുന്നതിന് മുന്നമേ പലരുടെയും പ്രാർത്ഥന വിഷയമാണ്. പെട്ടെന്നൊരു വിടുതൽ വേണം, ഇപ്പൊ എന്റെ കാര്യം തീർന്നു, ഇപ്പൊ എന്റെ വിഷയങ്ങൾ തീർന്നു. അങ്ങനെ ആരൊക്കെ വന്നിട്ടുണ്ടോ? ദൈവാത്മാ പറയുകയാണ്, സ്തോത്രം. അടുത്ത വാക്യം, യേശു അവനോട്, പോയിക്കൊള്ളുക, നിന്ന മകൻ ജീവിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ പറ്റത്ത് വന്നിട്ട് ഇപ്പൊ വിടുതൽ വേണമെന്ന് വളരെ ദുഃഖത്തോടു കൂടെ യേശുവിനോട് പറയുക. യേശുവിന്റെ നാമത്തിൽ അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. അവിടെ പറയുന്നത്, ഇപ്പോൾ തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു കഴിഞ്ഞു. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. നീ വന്നത് വിടുതലിനാ, നീ വന്നത് രോഗസൗഖ്യത്തിനാ, നീ വന്നത് സാമ്പത്തിക വിഷയത്തിനാ. ഇപ്പോൾ തന്നെ ആ വിടുതൽ സംഭവിച്ചു കഴിഞ്ഞു. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ വിടുതൽ കിട്ടിയെന്ന് പറഞ്ഞ് അദ്ദേഹം വിശ്വാസത്തോടു കൂടെ പോയി. സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഇതുപോലെ ഈ യേശു അദ്ദേഹത്തെ ശാസിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും പോയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം. യേശു അദ്ദേഹത്തെ ശാസിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും പോകാതെ വചനം അയച്ചു. കാരണം എന്താണെന്നറിയാമോ? ആ വീട്ടിന്റെ അകത്ത് ഭയങ്കര അവിശ്വാസമായിരുന്നു. ചിലർ ചോദിക്കാറുണ്ട്, സ്തോത്രം, ഈ അവിശ്വാസം മാറാൻ എന്നാ ചെയ്യേണ്ടതെന്ന്. ഇന്ന് പകൽക്കാലം തകർന്ന ഹൃദയത്തോടെ ദൈവസഭയിൽ വരാൻ തയ്യാറാണോ? നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവസഭയിൽ വരാൻ തയ്യാറാണോ?
സ്തോത്രം. കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വരാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം നീ ഒരു വിടുതൽ കാണാൻ പോകുകയാ. നീ അവിടെ എത്തുന്നതിന് മുന്നമേ, ദൈവാത്മാ പറയുന്നു, നീ അവിടെ എത്തുന്നതിന് മുന്നമേ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നിരിക്കും. യേശുവിന്റെ കാലത്ത് അനേകർക്ക് വിടുതൽ കിട്ടാനുണ്ടായിരുന്നു. എല്ലാവർക്കും ഒന്നും വിടുതൽ കിട്ടിയിട്ടില്ല കേട്ടോ. ചിലർക്ക് മാത്രമേ വിടുതൽ കിട്ടിയിട്ടുള്ളൂ. ആ ചിലരിൽ നിങ്ങളാകട്ടെ. കിട്ടാത്തവരുടെ ചരിത്രം അങ്ങോട്ട് മാറ്റിവെക്ക്. നീ എത്തുന്നതിന് മുന്നേ തന്നെ നീ ഒരു വിടുതൽ കണ്ടിരിക്കുമെന്ന്. ഇന്ന് അതിരാവിലെ നിങ്ങൾ ഈ മീറ്റിങ്ങിന് കയറിയെങ്കിൽ നീ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു വിടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് നീ പൊക്കോ. നീ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തുള്ളൊരു സൗഖ്യം, പ്രതീക്ഷിച്ചതിന് അപ്പുറത്തുള്ളൊരു ദീർഘായുസ്, പ്രതീക്ഷിച്ചതിന് അപ്പുറത്തുള്ള സാമ്പത്തിക നന്മകൾ നീ നിന്റെ ജീവിതത്തിൽ നീ റിസീവ് ചെയ്യാൻ പോകുക. യോഹന്നാൻ 4:51 അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവൻ അവരോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇതൊക്കെ ബൈബിളിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുക. എപ്പോഴാണ് വിടുതൽ നടന്നത്? ഇന്നലെ 7 മണിക്ക്. അപ്പൊ യേശു പ്രാർത്ഥിച്ചതപ്പാ 7 മണിക്ക്. ആമേൻ. യേശു എപ്പോഴാണ് രോഗത്തെ ശാസിച്ചത്? 7 മണിക്ക്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഞാൻ ദൂത് പറയട്ടെ, തക്ക സമയത്ത് കറക്റ്റ് ടൈമിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചരിത്രത്തിൽ വെളിപ്പെടാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം 7 മണിക്ക് അവന്റെ വായിൽ നിന്നൊരു ശബ്ദം വെളി വന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം എന്റെ വായിൽ കൂടെ ഒരു ശബ്ദം വെളി വരുന്നെങ്കിൽ, ഇന്ന് നിങ്ങളുടെ വായിൽ കൂടെ ഒരു സ്തോത്രം വെളി വരുന്നെങ്കിൽ, ഇപ്പോൾ തന്നെ ജഗൽക്കമാന ചില കുടുംബങ്ങൾക്കകത്ത് ചില നാഴിക മാറാതെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ഞാനിങ്ങനെ ബൈബിൾ പഠിച്ചപ്പോൾ ദൈവാത്മാവിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ 7-ാം ദിവസത്തിനും 7-ാം നാഴികക്കൊക്കെ ചില പ്രത്യേകതയുണ്ട് കേട്ടോ. ചുമ്മാ അതല്ല. യേശു 7-ാം നാഴികയിൽ തന്നെ പ്രാർത്ഥിച്ചത്. യോശുവയുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. ഇസ്രായേൽ ജനം 7 ദിവസത്തോളം 7 പുരോഹിതന്മാർ 7 കാഹളങ്ങളുമായി ജെരിഹോ ചുറ്റിനടക്കുകയും 7-ാം ദിവസം ജെരിഹോ വീഴുകയും ചെയ്തു. എത്ര പേര് വിശ്വസിക്കുന്നു ഞാൻ പറയുന്നത്? ഞാൻ വചന മർമ്മങ്ങൾ പ്രസ്താവിക്കുക, ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ പ്രസ്താവിക്കുക. 7 പുരോഹിതന്മാർ 7 കാഹളങ്ങളുമായി പ്രാർത്ഥിച്ചപ്പോൾ 7 ദിവസം ചുറ്റിയപ്പോൾ 7-ാം ദിവസം ജെരിഹോ വീണെങ്കിൽ, ദൈവാത്മാവ് ഞാൻ ദൂത് പറയട്ടെ, ഇന്ന് മുതൽ ചിലത് കൗണ്ട് ചെയ്യാൻ തയ്യാറാവുക. വിശ്വാസത്തോടുകൂടി നീ മുന്നോട്ട് പോകുകയാണെങ്കിൽ ചിലതിന്റെ 7-ാം നാളിൽ 7-ാം നാഴികയിൽ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ പോകുക. സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാവുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിച്ചു. ഏകദേശം ലോങ് ഫാസ്റ്റിംഗ് എത്രയാന്ന് പറഞ്ഞില്ല. ആ ഉപവാസം കഴിഞ്ഞ ഉടനെ എൻ്റെ ഭവനത്തിൽ നല്ലൊരു ജോലിയുടെ വഴിയൊരുങ്ങി വന്നു. നല്ല ജോലി, മറ്റുള്ളവർ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത ജോലി, ഫൈനാൻഷ്യലുള്ള ജോലി ദൈവം ഒരുങ്ങി വന്നു. ഞാനൊരു ദൂത് പറയട്ടെ, ഇന്ന് പകൽക്കാലം ചിലതിൻ്റെയൊക്കെ ജീവിതത്തിൽ 7-ാം നാളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരാൻ പോകുക കേട്ടോ. 3-ാം ദിവസത്തിനൊരു പ്രത്യേകത ഉള്ളതുപോലെ 7-ാം നാഴികയിൽ തന്നെ സൗഖ്യം നടന്നു. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീയിൽ താണിരുന്നോ. ഇന്ന് പലർക്കും ഇവിടെ കടന്നു വന്ന ചില ജീവിതങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് പോലെ, അവരവരുടെ സഭകളിൽ സാക്ഷ്യം പറയുന്നത് പോലെ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. ഞാനിങ്ങനെ വായിച്ചപ്പോൾ വളരെ അത്ഭുതകരമായി തോന്നിയ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. മഗ്ദലന മറിയത്തിന്റെ അകത്ത് 7 ഭൂതം ഉണ്ടായിരുന്നു, 7 ദുഷ്ടാത്മാവ്. ആമേൻ, സ്തോത്രം. നീ 7-ാം നാളിൽ വിടുതൽ പ്രാപിക്കാതിരിപ്പാൻ 7 വെച്ച് അവൻ കൂട്ടിയതാണെന്ന്. യേശുവിന്റെ നാമത്തിൽ ദൈവവചനത്തിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന ചില മർമ്മങ്ങൾ മനസ്സിലാക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിടുതൽ കിട്ടും. നിന്റെ സാമ്പത്തിക കടഭാരം, സ്തോത്രം, എത്രയാണോ ഇന്ന് പലക്കാലം ചില ദിവസങ്ങളിൽ വിടുതലുകൾ മനസ്സിലാകട്ടെ. ചിലർ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, ചിലതിന് 7-ാം ദിവസം രോഗശാന്തി വരും. ഇന്ന് യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. 21-ാമത്തെ ദിവസം ദാനിയേലിന് വെളിപ്പെട്ട ദൈവസാന്നിധ്യം. ദിവസങ്ങൾ എണ്ണിവെച്ചോ. ചിലതിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. വിശ്വാസത്തോടുകൂടെ വലതുകാൽ മുന്നോട്ട് വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിര്. എവിടെയാണോ ശാപം കയറി കിടക്കുന്ന കുടുംബങ്ങൾ, തകർന്നിരിക്കുന്ന സഭകളിൽ ചില 7-ാം ദിവസങ്ങളിൽ, ചില 3-ാം ദിവസങ്ങളിൽ, ചില 21-ാം ദിവസങ്ങളിൽ ദൈവത്തിന്റെ വലിയ വെളിപ്പാടുകൾ ഇറങ്ങി വരാൻ പോകുക. ഇന്ന് ദൈവത്തിന്റെ ആത്മ പറയാണ്, ഈ കാനാവിൽ യേശു 2ാമത് വന്ന് എന്തിനാണെന്നറിയാമോ? മരണത്തിന്റെ ശക്തി വലിച്ചു പറിച്ചു കളയാനാ. ഒരു കാലത്ത് വീഞ്ഞിന് വീര്യം ഉണ്ടായിരുന്നു അല്ലെ? ഒരു കാലത്ത് പച്ചവെള്ളം വീഞ്ഞായ അത്ഭുതങ്ങളുടെ പാരമ്പര്യം പറയാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല, മരണം വ്യാപരിച്ചു. അങ്ങനെ ചില സഭകൾക്കകത്തിലെ ഉണർവ് വ്യാപരിക്കാൻ പോകുക. അങ്ങനെ ചില കുടുംബങ്ങൾക്കകത്തിലെ 2ാമത് യേശുവിന്റെ വരവ് വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ വീര്യം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളിൽ, ശക്തി നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളിൽ 2ാമത്തെ വരവിൽ ഒരു എഴുന്നേൽപ്പ്. 3-ാം ദിവസത്തെ എഴുന്നേൽപ്പ്, 7-ാം ദിവസത്തെ സ്തോത്രം രോഗശാന്തി, 21-ാം ദിവസത്തെ ദൂതന്റെ സന്ദർശനം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ പോകുക. എല്ലാവരും ഈ ദൂത് ഏറ്റെടുത്ത് ദൈവത്തെ ഒന്ന് കര ഉയർത്തി ഒന്ന് സ്തുതിക്കുവോ?
ദൈവത്തെ കര ഉയർത്തിയിട്ട് ഈ ദിവസത്തെ ദൈവം തരാൻ പോകുന്ന ജയത്തിനെ ഒന്ന് സ്തുതിച്ച് ഏറ്റെടുത്തോ. സ്തോത്രം. വീഡിയോ വന്നിട്ടുള്ളവരും വന്നിട്ടില്ലാത്തവരെല്ലാവരും ദൈവത്തെ ഒന്ന് കരമുയർത്തി ഇത് റിസീവ് ചെയ്തോ. ഇന്ന് പകൽക്കാലം ദൈവാത്മ പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും ദൈവത്തിന്റെ നന്മ കാണാതെ പോകത്തില്ല കേട്ടോ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതം നടക്കും. രണ്ടാമത്തെ ഒരു ദൈവിക സന്ദർശനം വെളിപ്പെടാൻ പോകുക. മരണത്തിൽ നിന്ന് ചിലർ എഴുന്നേക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ദൂത് ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.